നിങ്ങൾ ഈ വീഡിയോ സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം ഞാനും നിങ്ങളൊക്കെ ഒരേപോലെയാണ്. നമ്മൾ പല എക്സാമിനും തട്ടി വീണവരാണ്. ലാബ് അസിസ്റ്റന്റ് തട്ടി വീണു, ഇതിനു മുന്നേ LDCയിൽ തട്ടി വീണു, പിന്നെ WCPU, അങ്ങനെ ഒരുപാട് എക്സാമുകളിൽ നമ്മൾ തട്ടി വീണു പോയി. ഇനി നമ്മുടെ മുന്നിലുള്ള ആകെ ഒരു പ്രതീക്ഷ VFA ആണ്. വീണ്ടും ഈ ബുക്കുകളൊക്കെ മറിച്ച് നോക്കുമ്പം എന്തോ ഒന്നീന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥ പോലെ തോന്നാം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നീങ്ങാമെന്ന്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഏകദേശം ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളിൽ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. വെൽക്കം ടു മൈ ഡേ 1 ഓഫ് VFA ക്രാക്കിംഗ്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി. നമുക്ക് നോക്കാം. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടോളമിയാണ്. ടോളമിയുടെ പ്രശസ്തമായിട്ടുള്ള 2 ബുക്കുകളാണ് ജിയോഗ്രഫി, അൽമജസ്റ്റ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ്. എന്നാൽ ഈ സിദ്ധാന്തം തെറ്റാണെന്നും സൂര്യനാണ് കേന്ദ്രമെന്നും തെളിയിച്ചതാണ് കോപ്പർനിക്കസ്. ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയേഴ്സ് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് കോപ്പർനിക്കസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് തെയിൽസ് ആണ്. എന്നാൽ ഭൂമിക്ക് ഗോളാകൃതിയല്ല, ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണെന്ന് പറഞ്ഞത് ഐസക് ന്യൂട്ടൺ ആണ്. എന്താണ് ഈ ജിയോയിഡ്? ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നിട്ടും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഈ ജിയോയിഡ് എന്ന് പറയുന്നത്. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി. അപ്പം ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ടോളമിയുടെ പ്രശസ്തമായ ബുക്ക് ജിയോഗ്രഫി, അൽമജസ്റ്റ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ്. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ് ആണ്. ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയേഴ്സ് കോപ്പർനിക്കസിന്റെ ആണ്. ഭൂമിക്ക് ഗോളാകൃതി എന്ന ആശയം തെയിൽസ് ആണ് മുന്നോട്ട് വെച്ചത്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണെന്ന് പറഞ്ഞത് ഐസക് ന്യൂട്ടൺ ആണ്. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി എന്ന് പറയുന്നത്. നമുക്കറിയാം ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ് ആണ്. പിന്നെ ഭൂമിയുടെ ചലനങ്ങൾ പ്രധാനമായിട്ടും 2 എണ്ണം ഉണ്ട്: ഭ്രമണവും പരിക്രമണവും. ഭ്രമണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഭ്രമണം. അപ്പം ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഭ്രമണം എന്ന് പറയാം. ഭൂമിയുടെ ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖാ പ്രദേശത്തും ഏറ്റവും കുറവ് ഭ്രമണ വേഗതയുള്ളത് ധ്രുവങ്ങളിലുമാണ്. പരിക്രമണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘവൃത്താകൃതിയിലാണ് ഭൂമി സൂര്യനെ ഇങ്ങനെ വലം വെക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണ വേഗത 29.8 km/s ആണ്. പിന്നെ പാലായന പ്രവേഗം, അതായത് ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ നിന്നിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള വെലോസിറ്റി, എസ്കേപ്പിംഗ് വെലോസിറ്റി എന്ന് പറയും. അതിന്റെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ലോക ഭൗമദിനം ഏപ്രിൽ 22 ആണ്. ഭൂമിക്ക് അതിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയുണ്ട്. ഈ സാങ്കല്പിക രേഖയെ പറയുന്ന പേരാണ് അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ഭൂമിക്ക് ഒരു ചെരിവുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് പരിക്രമണ തലം. ഈ അച്ചുതണ്ടിന് ഈ പരിക്രമണ തലത്തിലേക്കുള്ള ചെരിവാണെന്ത്? 66.5 ഡിഗ്രി എന്ന് പറയുന്നത്. അതേപോലെ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ ഉണ്ടാവുമല്ലോ ഭൂമിയുടെ കേന്ദ്രത്തിലൂടെ പോകുന്ന, ആ ലൈനും അതേപോലെ ഈ അച്ചുതണ്ടും തമ്മിലുള്ള കോണളവാണ് 23.5 ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലോക ഭൗമദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 22 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 2026 ഭൗമദിനത്തിന്റെ പ്രമേയം നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാമോ?